ഇന്ന് ഞാനിവിടെ കാനഡയിൽ വിൻ്ററിന് നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എന്തെല്ലാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ഉള്ളതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചേ. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന സ്റ്റുഡൻസ് ഇവിടെ വന്നു കഴിയുമ്പോൾ ശരിക്കും അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ ഡ്രസ്സിങ്ങും ഇതൊന്നും അവർക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കോട്ടും ബൂട്ട്സും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് വലിയൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന കോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ വെതറിനോടൊക്കെ ചേരുന്ന പോലത്തെ ഒരു കോട്ട്സ് ആയിരിക്കും. ഒരു ഇവിടെ എന്ന് പറയുമ്പോൾ ശരിക്കും തണുപ്പ് വരുമ്പം ഒരു -40 വരെയൊക്കെ വരാറുണ്ട് ചിലപ്പം. ഞാനിവിടെ ഓൺടാരിയോയിലാണ്, കാനഡയിൽ, ഓൺടാരിയോ എന്ന് പറഞ്ഞ പ്രോവിൻസിൽ. അപ്പോൾ ഇവിടേക്ക് നമുക്ക് അങ്ങനത്തെ ഒരു കോട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ കാനഡയിൽ നിന്ന് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ടൊരു കോട്ട് മേടിപ്പിക്കുന്നതൊക്കെ നല്ലത്. അപ്പോൾ ഞാൻ ഈ ഇട്ടേക്കുന്ന കോട്ട് എന്നൊക്കെ പറഞ്ഞാൽ -40 വരെ താങ്ങുന്ന കോട്ടാണ്. അങ്ങനത്തെയൊക്കെ ഒരു കോട്ട് മേടിക്കണം, എന്നാൽ മാത്രമേ ഇവിടെ പറ്റുള്ളൂ. അതുപോലെ ബൂട്ട്സ് ആണെങ്കിലും നമ്മൾ സാധാരണ ഷൂ പറ്റില്ല. നമുക്ക് വിൻ്ററിന് ശരിക്കും നല്ല ബൂട്ട്സ് വേണം. ഇപ്പം ഞാൻ ഈ ഇട്ടേക്കുന്ന ബൂട്ട്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന ബൂട്ട്സ്. ഈ ബൂട്ട്സ് ശരിക്കും മുട്ടുവരെ നീളമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബൂട്ട്സ് ആകുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ നടക്കുമ്പം സ്നോ ആണെങ്കിലും അതിലേക്ക് കയറി പോകത്തില്ല, നമുക്ക് അത്യാവശ്യം നല്ല ചൂടും കിട്ടും. അപ്പോൾ ഈ ബൂട്ട്സ് ആണെങ്കിലും -40 വരെ താങ്ങുന്ന ബൂട്ട്സാണ്. അപ്പോൾ ഇത് ഞാനിവിടെ കാനഡയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബൂട്ട്സും ഇതൊക്കെ മേടിക്കുന്നതാണ് നല്ലത്. അപ്പം അതുപോലെ നമ്മളിനി അകത്തിടേണ്ട ലേയേഴ്സിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മൾ അകത്ത് ശരിക്കും തെർമൽസ് എന്ന് പറയും. തെർമൽസ് അത്യാവശ്യം ഏറ്റവും ഉള്ളിലായിട്ട് നമ്മൾ ഇടുന്ന ഒരു ലെയറാണ്. അത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് മേടിച്ചാലും മതി. ഇന്ത്യയിലും അത്യാവശ്യം തെർമൽസ് ഒക്കെ എല്ലായിടത്തും ഒരുപോലെയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ചൂട് നിൽക്കുന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു ജീൻസും സ്വെറ്ററും, നമ്മൾ പുറത്തിടുന്ന പോലത്തെ ഒരു ഡ്രസ്സ്. സ്വെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീൻസിൻ്റെ മേലെ ടോപ്പായിട്ട് തന്നെ, പക്ഷേ ഊളൻ സ്വെറ്റേഴ്സ് ആയിരിക്കും അത് ഇടണം. പിന്നെ നമ്മൾ അതിൻ്റെ പൊക്കത്താണ് ഈ 40 വരെയൊക്കെ താങ്ങുന്ന കോട്ട്. പ്രത്യേകിച്ച് നടന്നു പോയി ബസ് കയറുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഇങ്ങനത്തെ ഒരു കോട്ട് ഇടണം, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തൊപ്പി എപ്പോഴും വേണം, കാത് മൂടാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു ഉള്ളൻ തൊപ്പി. ഇതൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ മേടിക്കാം. ഇന്ത്യയിലും ഇങ്ങനത്തെ നല്ല സാധനങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ കോട്ട് മേടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഹുഡുള്ള കോട്ട് മേടിക്കണം. കാരണം ഇവിടെ കാറ്റെന്ന് പറഞ്ഞാൽ എപ്പോഴും വിൻഡ് ചിൽസ് ഉണ്ടാവും. ശരിക്കും ടെമ്പറേച്ചർ ചിലപ്പോൾ -14 ഒക്കെ ആയിരിക്കും, പക്ഷേ ഇറ്റ് ഫീൽസ് ലൈക്ക് -21 അങ്ങനെയൊക്കെ വരാറുണ്ട്. കാരണം ഈ കാറ്റുള്ളതുകൊണ്ടാണ്, അത് വിൻഡ് ചില്ലുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ചെവിക്കകത്ത് കാറ്റ് കയറിയ ഭയങ്കര പ്രശ്നമുണ്ടോ, ഭയങ്കര വേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെവി മൂടിയൊക്കെ ഇരിക്കണം. പിന്നെ ഗ്ലൗസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 2 ഗ്ലൗസ് എങ്കിലും മിനിമം ഇടണം. അകത്തൊരു ഊളൻ ഗ്ലൗസും പുറത്ത് നമുക്ക് സ്നോയൊക്കെ തൊട്ടാലും നനയാത്ത പോലത്തെ ഒരു ടൈപ്പ് ഗ്ലൗസ് അങ്ങനത്തെയും മേടിക്കണം. സോക്സ് ആണെങ്കിലും 2 സോക്സെങ്കിലും ഇടണം. ഒരു ഊളൻ സോക്സും അതിൻ്റെ പൊക്കത്ത് വേറൊരു സോക്സും കൂടി ഇട്ടിട്ട് എന്നിട്ട് വേണം നമ്മൾ ബൂട്ട്സ് ഇടാൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പം ഇന്ത്യയിൽ നിന്ന് വരുന്നവർ, ഇപ്പം എൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിലാണെങ്കിലും സ്റ്റുഡൻസ് നിൽക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കോട്ട് മേടിച്ചുകൊണ്ട് വരും. അത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ശരിക്കും ഇവർക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ യൂസ്ഫുൾ ആവാറില്ല. അവിടെ നാട്ടിൽ 4000 രൂപയൊക്കെ കൊടുത്തവർ മേടിക്കും കോട്ട്, പക്ഷെ ഇവിടെ വരുമ്പോൾ അത് യൂസ്ഫുൾ ആവാറില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ നമ്മളെപ്പോഴും ഇവിടെ വന്ന് കോട്ട് മേടിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി നമ്മൾ നമ്മുടെ ടാക്സിയിലോട്ട് കയറാനും നമ്മുടെ സ്ഥലത്തോട്ട് പോകാനൊക്കെ ഒരു കോട്ടില്ലാതെ പറ്റില്ല. വിൻ്ററിൽ നമുക്ക് ഒരു നിമിഷം പോലും പുറത്ത് നമ്മൾ ശരിക്കും ഡ്രസ്സ് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനുള്ളതായ ഒരു ഡ്രസ്സൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ കരുതിക്കൊണ്ട് തന്നെ വരണം. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു കോട്ടും ഇവിടുത്തെ തന്നെ ബൂട്ട്സും മേടിക്കുന്നതാണ് വളരെ നല്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്നൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വെതർ -14, പക്ഷേ ഉച്ച കഴിഞ്ഞ് ശരിക്കും ഇന്ന് 80% വരെ സ്നോ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ശരിക്കും സ്നോ വരുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെറ്റുപോകും. കാര്യം സ്നോ നമ്മുടെ മേത്ത് വീഴുമ്പോൾ നമ്മൾ ശരിക്കും നനഞ്ഞു പോകും. അപ്പോൾ അതും ഒക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ സ്നോ കഴിഞ്ഞ ദിവസം പെയ്ത സ്നോ ഒക്കെ ഇവിടെയൊക്കെ വീണ് കിടക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും നടന്നൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ പൊക്കത്ത് കൂടിയൊക്കെ നടക്കണം. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ബൂട്ട്സ് ഒട്ടും സ്ലിപ്പാവാനും പാടില്ല. ഈ സ്നോ ഷൂവിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമ്മുടെ കാല് നനയാനും പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബൂട്ട്സൊക്കെ മേടിക്കണം. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ വന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും ഇന്ത്യയിലോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് മേടിപ്പിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇത് പറയാനായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഞാൻ ഇവിടുത്തെ സ്നോ കാണിച്ചു തരാം. കേട്ടോ, ഇത് കഴിഞ്ഞ ദിവസം പെയ്ത സ്നോ ആണ്. ഇതൊക്കെ ഹാർഡായി കിടക്കുക, ഐസായി കിടക്കുക. ഇതിപ്പോൾ സ്നോ ശരിക്കും നല്ല രീതിയിൽ പെയ്യും കേട്ടോ. ഇവിടെ പെയ്യുവാണെങ്കിൽ ഭയങ്കരമായിട്ട് പെയ്യും. അപ്പോൾ ഇന്ന് 80% സ്നോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ പെയ്യും. അപ്പോൾ അങ്ങനെ പെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തേ നടക്കാൻ പറ്റുള്ളൂ ഇവിടെ. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാണെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ടേസ്റ്റ് ദ വേൾഡ്. താങ്ക് യു. ബൈ.